ഭരണഘടനയും ഭരണഘടന നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ട രീതിയിൽ ഉത്ബോധനം ചെയ്യണമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഭരണഘടനാവാദം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഒരു ഭരണഘടന പ്രവർത്തിക്കണമെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അതിന് നിയമപരമായ ഘടകങ്ങൾക്കപ്പുറം സാമൂഹികവും രാഷ്ട്രീയവുമായ ചില ഘടകങ്ങളുണ്ട്. അതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഭരണഘടനാവാദം ശക്തമാകുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, ഒരു പൊതുമണ്ഡലം, ഗവൺമെൻറ് മാത്രമല്ല സമൂഹവും അതിനൊടുത്ത് തയ്യാറാകണം. 75 വർഷം നമ്മൾ വളരെ പെട്ടെന്ന് കടന്നു കഴിഞ്ഞു. ഇത് എഴുതിയപ്പോൾ അന്ന് നമുക്ക് വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു, പുറത്തൊക്കെ പോയി പഠിച്ച് നിയമത്തെക്കുറിച്ചും അന്താരാഷ്ട്ര ഭരണഘടനകളെക്കുറിച്ചും എല്ലാം നല്ല പരിജ്ഞാനമുള്ള ആൾക്കാരായിരുന്നു. അവരുടെ സംഭാവനകൾ നൽകി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എഴുതി തീർത്തു. പല ഭരണഘടനകളുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ സ്വാധീനം അതിലുള്ളപ്പോൾ തന്നെ പ്രിയാമ്പിളിൽ അംബേദ്കർ നിർദ്ദേശിച്ച ഒരു കൺസെപ്റ്റ് നമ്മൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രിയുടെയിലും പറയുന്നുണ്ട്. ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. നീതി, സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഇതുണ്ടെങ്കിൽ മാത്രമേ ബാക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി ഇവയെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായ ഒത്തിരി കാര്യങ്ങൾ വേണം. ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കിയ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരുപാട് ഉയർന്നു കഴിഞ്ഞു. നമ്മുടെ അയൽപ്പക്കത്തുള്ള പല രാജ്യങ്ങളും ഇതിനകം 4-5 ഭരണഘടനകൾ എഴുതി. ചിലയിടത്തൊക്കെ പട്ടാള വിപ്ലവം വന്നു, ചില രാജ്യങ്ങളൊക്കെ വേർപെട്ടു പോയി. പല ഭരണഘടനകൾ പരീക്ഷിച്ചു നോക്കി. നമ്മൾ അന്നും ഇന്നും ഒരേ ഭരണഘടന തന്നെയാണ് തുടരുന്നത്. 106 ഭേദഗതികളുണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അടിസ്ഥാന തത്വങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ജനങ്ങളുടെ പ്രതീക്ഷ എന്താണെന്നും ജനങ്ങളെയും രാഷ്ട്രത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നീതി, അതിൻ്റെ ഏറ്റവും വലിയ വിശുദ്ധ ഗ്രന്ഥമായിട്ട് ഭരണഘടന പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് ലെറ്ററിലും സ്പിരിറ്റിലും, അതിൻ്റെ സൈദ്ധാന്തിക വശത്തിലും പ്രായോഗിക വശത്തിലും അതിൻ്റെ എല്ലാ ലക്ഷ്യത്തിലും പ്രവർത്തിക്കുമ്പോഴാണ് ഭരണഘടന പൂർത്തീകരിക്കുന്നത്. നമുക്കൊരുപാട് മുന്നേറാനുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. എന്നിരുന്നാലും ഭരണഘടന ഇക്കാര്യത്തിൽ വേണ്ട പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ ആമുഖമായി പറയുന്നത്.